ഭാവിയിൽ കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി വരുമെന്നാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചറുടെ അഭിപ്രായം. CPMന്റെ അഭിപ്രായമാണോ ഇതെന്ന് സംശയമുണ്ട്. KR ഗൗരവമ്മയെ പോലുള്ളവരെ മാറ്റി നിർത്തിയ പാർട്ടിയാണ് CPM. വനിതകൾ മുഖ്യമന്ത്രിയാകുന്നതിന് CPM എതിരല്ലെന്നും വനിതകൾക്ക് എപ്പോഴും പരിഗണന നൽകുന്ന പാർട്ടിയാണ് CPM എന്നുമാണ് ശൈലജ ടീച്ചർ വ്യക്തമാക്കിയത്. സ്ത്രീകൾ ലോകത്ത് 50% സ്ത്രീ പ്രാതിനിധ്യം എല്ലാ മേഖലയിലും വർദ്ധിക്കണം. വനിതകൾ കൂടുതൽ വളർന്നു വരുന്നുണ്ട്. പാർട്ടിയിൽ വനിതാ പ്രാതിനിധ്യം വർദ്ധിച്ചു വരുന്നു. ഇനിയും വർദ്ധിക്കണം. ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ഏരിയ സെക്രട്ടറി വരെ വനിതകളായി, ഇനി ജില്ലാ സെക്രട്ടറി ആയി വരുമെന്ന് KK ശൈലജ പറയുന്നു. KK ശൈലജയുടെ ആഗ്രഹങ്ങളൊക്കെ കൊള്ളാം. കൂടുതൽ വനിതകൾ നിയമസഭയിൽ എത്തിയാൽ പോലും ശൈലജയുടെ ആഗ്രഹം നടക്കുമോ എന്ന് കണ്ടറിയണം. ഇത് CPM ആണ് പാർട്ടി. അതുപോലെ പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് വനിതയും പുരുഷനും ഇല്ലെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരട്ട് പറഞ്ഞു. പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുന്നവരാണ് സെക്രട്ടറിയായി വരുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. അതുപോലെ ആശാ വർക്കർമാർക്ക് നീതി ലഭിക്കണം. അവരെ സ്ഥിരം തൊഴിലാളികളാക്കി മാറ്റണമെന്നതാണ് പാർട്ടിയുടെ നിലപാട്. അവർക്ക് ന്യായമായ വേതനം ലഭിക്കണം. അതേസമയം കേന്ദ്രാവിഷ്കരണ പദ്ധതിയാണ് ആശയെന്ന് മറന്നുപോകരുത്. കേന്ദ്രം സ്വീകരിക്കുന്ന നിഷേധാത്മക നിലപാടാണ് പ്രശ്നങ്ങൾക്ക് കാരണം. യാഥാർത്ഥ്യം അറിയാതെയാണ് ഇവിടുത്തെ പ്രതിപക്ഷം സർക്കാരിനെ ആക്രമിക്കുന്നത്. എത്രയും പെട്ടെന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന് വൃന്ദ കാരട്ട് കൂട്ടിച്ചേർത്തു. അതേസമയം പ്രായപരിധി മാനദണ്ഡം നോക്കിയാൽ 75 കഴിഞ്ഞ വൃന്ദ ഇക്കുറി പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിയേണ്ടി വരും. എന്നാൽ ഇളവ് നൽകി വൃന്ദയെ CPMന്റെ ആദ്യ വനിതാ ജനറൽ സെക്രട്ടറിയായി കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരും പാർട്ടിയിലുണ്ട്. പാർട്ടി സമ്മേളനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടന്ന പൊതുചർച്ചയിലായിരുന്നു വിമർശനം മുഴുവനും. രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനം മുതൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായി ഉയർന്ന എല്ലാ വിവാദങ്ങളും ചർച്ചയിൽ സൂക്ഷ്മമായി പരിശോധിച്ചു. പാർട്ടി സെക്രട്ടറിക്ക് നിലപാടുകളിൽ വ്യക്തതയില്ല. ഒരേ കാര്യത്തിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പല അഭിപ്രായങ്ങൾ പറയുന്നത് അണികളിൽ പോലും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു എന്നൊക്കെയായിരുന്നു വിമർശനം. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുന്ന കാര്യത്തിൽ MV ഗോവിന്ദനും ജാഗ്രത കാണിക്കണമെന്ന് പ്രതിനിധികൾ പറഞ്ഞു. മെറിറ്റും മൂല്യങ്ങളും ആവർത്തിക്കുന്ന പാർട്ടി സെക്രട്ടറി പദവികൾ വരുമ്പോൾ കാണിക്കുന്ന കണ്ണൂർ പക്ഷപാതിത്വം വരെ പ്രതിനിധികൾ വിമർശിച്ചു. വിമർശനങ്ങൾക്ക് പാർട്ടി സെക്രട്ടറി മറുപടിയും പറഞ്ഞു. ഒന്നും വ്യക്തിപരമായി കാണുന്നില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സംഘടനാ സംവിധാനത്തിനപ്പുറത്ത് മുഖ്യമന്ത്രിക്ക് പാർട്ടിയിലുള്ള മേൽക്കൈയാണ് പൊതുചർച്ചയിലുടനീളം പ്രതിഫലിച്ചത്. ആസൂത്രിതമെന്ന് പോലും തോന്നും വിധം ഉയർന്ന വിമർശനങ്ങൾക്ക് പാർട്ടി സെക്രട്ടറിയുടെ മറുപടിക്ക് വലിയ പ്രസക്തിയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ കാരണമന്വേഷിച്ചപ്പോൾ തിരുത്താൻ ഏറെ ഉണ്ടെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്.